ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് നമ്മുടെ ആ ഒരു ടാസ്ക് അല്ലേ, നമ്മൾ ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ, ഓരോ ദിവസവും നമ്മൾ പല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട ഒരു 4 ടൈപ്പ് ഓഫ് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നോട്ട്ബുക്കിൽ ആ 4 കാര്യങ്ങളും എഴുതുക. എന്നിട്ട് ഓരോ ദിവസവും അതിൽ എന്ത് ചെയ്തു എന്ന് കൂടി നമ്മൾ എഴുതണം. അതിൽ ആദ്യം നമ്മൾ പറയുന്ന ആക്ഷൻസ്, നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഡെയിലി ആക്ഷൻസ് ആണ്. അതെന്തായാലും ഒരു ദിവസം നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അതിൽ ആദ്യത്തെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു എക്സസൈസ് ചെയ്യുക, ശരീരം ഒന്ന് അനക്കുക. അതൊന്നുമില്ലെങ്കിൽ നമുക്ക് യോഗയാകാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നടക്കുന്നതാകാം. എത്ര മിനിമം, ഇപ്പോൾ ആദ്യം തുടങ്ങുന്ന ഒരാൾക്ക് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ചെയ്താൽ മതി, പക്ഷെ അത് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെയിൽ കൊള്ളുക. ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ വെയിൽ കൊള്ളുക. അത് പിന്നെ മെല്ലെ ഗ്രാജുവലായിട്ട് നമ്മൾ കൂടുതലാക്കി കൊണ്ടുവരിക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എണീറ്റ് ഒരു അരമണിക്കൂർ കഴിയുന്നത് വരെ മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുക. നൈറ്റും അതുപോലെ ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ മൊബൈൽ യൂസ് നിർത്തുക. അപ്പോൾ ഇത് ഡെയിലി ആക്ഷൻസ് ആണ്, മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ആ ഗ്രാറ്റിറ്റ്യൂഡിൽ 3 കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. എനിക്ക് ഓൾറെഡി ഉള്ള ഒരു കാര്യത്തിന് നന്ദി പറയുക, പിന്നെ ഞാൻ പുതിയതായിട്ട് ഇന്നൊരു പുതിയ കാര്യം ചെയ്തതിന് നന്ദി പറയുക, എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരാൾക്ക് നന്ദി പറയുക, ഒരു വ്യക്തിക്ക് നന്ദി പറയുക. ഇതാണ് ഡെയിലി ആക്ഷൻ നിർബന്ധമായി ചെയ്യേണ്ട കാര്യം. ഇനി അടുത്ത ബ്ലോക്കിലോട്ട് നമുക്ക് പോവാം. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ആക്ഷൻസ് ആണ്. നമ്മുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ മൈൻഡിൽ നമ്മൾ എങ്ങനെ ഓർക്കണം എന്നുള്ള കാര്യമാണ് അടുത്തത് പറയാൻ പോകുന്നത്. മെൻ്റൽ ആക്ഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, വേറെ ആരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ആൾക്കാർ സ്പീഡിൽ ഓടിക്കോട്ടെ, മെല്ലെ ഓടിക്കോട്ടെ, നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളെ വഴിയിലും നമ്മുടെ സ്പീഡിൽ നമ്മൾ മെല്ലെ മൂവ് ചെയ്യുക. അതാണ് ആദ്യത്തേതെന്ന് പറയുന്നത്, മെൻ്റൽ ആക്ഷൻസ്. പിന്നെ ഒരു ദിവസത്തെ കാര്യം മാത്രം നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ മതി. ഇന്ന് വൈകുന്നേരം നൈറ്റ് കിടക്കുന്നതിനുള്ളിൽ ഏത് കാര്യം ചെയ്താൽ ഞാൻ ഹാപ്പി ആയിരിക്കും, അത് എഴുതുക, ആ കാര്യം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ഇപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നീ മാക്സിമം ഒന്ന് ചെയ്തിടത്തോളം മതി, അതിൽ സങ്കടമില്ലാതെ നൈറ്റ് ഉറങ്ങാൻ പറ്റുക. ഓക്കെ, പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ആക്ഷൻസ് ആണ്. ഭാര്യയോട് നല്ല വാക്ക് പറയുക, കുട്ടിയുടെ കൂടെ കുറച്ച് നേരം കളിക്കുക, നമ്മുടെ പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു 10 മിനിറ്റ് ചിലവാക്കി അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്, എന്ത് ഭക്ഷണമാണ് വേണ്ടത്, എങ്ങനെ ഇരിക്കണോ അമ്മ, അച്ഛൻ എങ്ങനെ ഇരിക്കണോ എന്നുള്ളതൊക്കെ ചോദിക്കുക. അതാണ് റിലേഷൻഷിപ്പ് ആക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെന്ന് പറയുന്നത് നമ്മുടെ ഭാവിയിലോട്ടുള്ള ആക്ഷൻസ് ആണ്, അല്ലെങ്കിൽ കരിയർ ആക്ഷൻസ് എന്ന് പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ പുരോഗമനത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുക, ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ മറക്കുക. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് എല്ലാ ദിവസങ്ങളും ചെയ്യണം. ഓരോ ദിവസവും ഈ 4 ടോപ്പിക്കിൽ എന്തൊക്കെ ചെയ്തു എന്ന് എഴുതണം. താങ്ക് യു സോ മച്ച്. ബൈ.